ഹായ്, ഞാൻ അൽഫ്രഡ് എൽദോ. തൃശ്ശൂർ ജില്ലയിലാണ് എൻ്റെ വീട്. ഞാൻ +1 പഠിച്ചത് വിമർ ജോയി സെൻട്രൽ സ്കൂൾ മുക്കിലത്താണ്. ഞാൻ പാലാ ബ്രില്യൻ്റിൽ 2023-24 ക്രിക്കറ്റേഴ്സ് ബാച്ച് Q41 പഠിച്ചൊരു വിദ്യാർത്ഥിയാണ്. എൻ്റെ ക്ലാസ് ടീച്ചർ മനു ജോൺ സാറായിരുന്നു. അതുപോലെ എൻ്റെ കോർഡിനേറ്റേഴ്സ് ജസ്റ്റിസ് സാറും ടോം സാറും ആയിരുന്നു. ബ്രില്യൻ ക്യാമ്പസിനെ പറ്റി പറയുകയാണെങ്കിൽ വളരെ വലിയ ക്യാമ്പസാണ്. എല്ലാ ഫെസിലിറ്റീസും ഒരു ക്യാമ്പസാണ്. ലൈബ്രറി ഉണ്ട്, ക്യാൻറ്റീൻ ഉണ്ട്, പിന്നെ ഭക്ഷണം കഴിക്കാനുള്ള സ്റ്റാളുകളുണ്ട്, എല്ലാം ഉണ്ട്. അവിടുത്തെ പ്രൊഫസേഴ്സിനെ പറ്റി പറയാനാണെങ്കിൽ പ്രൊഫസേഴ്സ് സ്റ്റുഡൻസിനെല്ലാം മനസ്സിലാക്കി കൊടുക്കുന്നവരെ പഠിപ്പിക്കും. സ്റ്റുഡൻസിന് ഫുൾ മനസ്സിലാവണമെന്ന് അവർക്ക് ബോധ്യം വന്നാൽ മാത്രമേ അവർ അടുത്ത ടോപ്പിക്ക് പോകുള്ളൂ. അതുപോലെ എൻ്റെ ഹോസ്റ്റൽ പ്രൈവറ്റ് ഹോസ്റ്റലാണ്. ബ്രില്യൻ ക്യാമ്പസിന് വളരെ അടുത്തുള്ളൊരു ഹോസ്റ്റലാണ്. അവിടെ പഠിക്കാൻ നല്ല സൗകര്യങ്ങളുണ്ട്, വളരെ ഫെസിലിറ്റീസുള്ള AC റൂമാണ് എനിക്ക് കിട്ടിയത്. ബ്രില്യൻറ്റിൻ്റെ എക്സാംസ് വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള എക്സാംസ് ആയിരുന്നു. ഫുൾ മോഡൽസിനെ പറ്റി പറയുകയാണെങ്കിൽ ഫുൾ മോഡൽസൊക്കെ നീറ്റിൻ്റെ അതേ പാറ്റേൺ തന്നെ ഈ കൊല്ലത്തെ ക്വസ്റ്റ്യൻ പേപ്പർ പോലെ തന്നെയാണ്, അതേ പാറ്റേണാണ് നിശ്ചയിച്ചത്. നമുക്ക് ശരിക്കത്തെ നീറ്റ് എഴുതിയപ്പോൾ എനിക്ക് നീറ്റ് എക്സാമാണ് എഴുതുന്നതെന്ന് തോന്നിയില്ല, ഇവരുടെ ഒരു മോഡൽ എക്സാം എഴുതണോ അതുപോലെ മാത്രമേ തോന്നിയുള്ളൂ. അതുപോലെ തന്നെ എല്ലാ എക്സാംസിൻ്റെയും റിസൾട്ട് അന്ന് തന്നെ അല്ലെങ്കിൽ പിറ്റേ ദിവസമായിട്ട് തന്നെ അനൗൺസ് ചെയ്ത് ടോപ്പേഴ്സിന് ക്യാഷ് പ്രൈസ് കൊടുക്കും. അതുകൊണ്ട് ബാക്കിയുള്ള കുട്ടികൾക്ക് നല്ലോണം പഠിച്ച ടോപ്പ് റാങ്കിൽ വന്ന് ക്യാഷ് പ്രൈസ് മേടിക്കാനൊരു മോട്ടിവേഷൻ കിട്ടും. അതൊക്കെ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. ശരിക്കും ഫോക്കസ്ഡ് നിൽക്കാനും വളരെയധികം സഹായിച്ചിട്ടുണ്ട്. ബ്രില്യൻറ്റിലത്തെ എല്ലാ മോഡൽ എക്സാംസിനും മുമ്പ് ജോർജ് സാറിൻ്റെ ഒരു സ്പീച്ച് ഉണ്ടാവും. അത് വളരെയധികം മോട്ടിവേറ്റിംഗ് ആണ്. അതുപോലെ എക്സാം കഴിഞ്ഞാലും റിസൾട്ട് അനൗൺസ് ചെയ്യുന്നതും ജോർജ് സാറായിരുന്നു. ഇപ്പോഴത്തെ ഡയറക്ടേഴ്സൊക്കെ എപ്പോഴും റിസൾട്ട് അനാലിസിസ് ആയാലും എക്സാമിന് മുമ്പ് എക്സാം കഴിഞ്ഞിട്ടായാലും നമുക്ക് നല്ലോണം മോട്ടിവേഷൻ തന്ന് പരമാവധി ഇൻഡിവിജ്വലി സംസാരിച്ച് നല്ലോണം മോട്ടിവേഷൻ തന്ന് മുന്നേറാൻ സഹായിക്കും. ഈ ലേണിംഗ് ആപ്പിനെ പറ്റി പറയാനാണെങ്കിൽ ഓൺലൈൻ സ്റ്റുഡൻസിനും ഓഫ്ലൈൻ സ്റ്റുഡൻസിനും ഒരുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്പാണ്. അതിൽ എല്ലാ ചാപ്റ്റേഴ്സിൻ്റെ ക്ലാസ്സുകളും ഒരു ചാപ്റ്ററിൻ്റെ തന്നെ 2-3 പ്രൊഫസേഴ്സിൻ്റെ ക്ലാസ്സുകളും നമുക്ക് മനസ്സിലായില്ലെങ്കിൽ ഏത് വേണമെങ്കിലും എടുത്ത് കേൾക്കാൻ പറ്റും. എന്നാൽ അതുപോലെ തന്നെ എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും ടെസ്റ്റുകളും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള കസ്റ്റം മൊഡ്യൂൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ എടുത്ത് നമുക്ക് ഇഷ്ടമുള്ള ചാപ്റ്റേഴ്സ് മാത്രം സെലക്ട് ചെയ്ത് അതിൻ്റെ എക്സാംസ് എഴുതാൻ പറ്റും. എക്സാം എഴുതുമ്പോൾ തെറ്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് അതിൽ തന്നെ ഒരു വീഡിയോ സൊല്യൂഷൻ, ഓരോ ക്വസ്റ്റ്യൻസിനും അതിൻ്റേതായ വീഡിയോ സൊല്യൂഷൻസും വരും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പഠിച്ച് കറക്റ്റ് ചെയ്യാൻ പറ്റും. NCERTയുടെ സോഫ്റ്റ് കോപ്പി ഉണ്ട്, ഓഡിയോ ബുക്ക് ഉണ്ട്, അങ്ങനത്തെ പല ഓപ്ഷൻസും ഉണ്ട്. ഇന്നത്തെ ക്യാൻറ്റീനിൻ്റെ ഫുഡ് വളരെ ഹെൽത്തി ഫുഡാണ്. അത് ശരിക്കും വീട്ടിലത്തെ ഫുഡ് തന്നെ നമുക്ക് പിന്നെ ഇവിടുത്തെ ഓണം സെലിബ്രേഷൻ, ക്രിസ്മസ് സെലിബ്രേഷൻ, അതുപോലെ ഫെയർവെല്ല് എല്ലാം നമ്മൾ പ്രതീക്ഷിച്ച് പോലുമില്ല. വളരെ അടിപൊളിയായിട്ട് ഗംഭീരമായിട്ട് സെലിബ്രേഷൻസ് ആയിരുന്നു. നല്ലോണം ആസ്വദിക്കാനും പറ്റി. നല്ലോണം അത് സ്ട്രെസ്സിന് നല്ല റിലീഫും കൂടി ആയിരുന്നു. പിന്നെ ഞാൻ ഏപ്രിലായപ്പോൾ പാലയിൽ നിന്ന് മാറി തൃശ്ശൂരേക്ക് സെൻട്രൽ വന്നു. വീട്ടിൽ ഞാൻ എക്സാം എഴുതാറുണ്ട്. അപ്പോൾ തൃശ്ശൂർ സെൻറ്ററിൽ നല്ല സൗകര്യങ്ങളുണ്ടായിരുന്നു. നല്ലോണം എക്സാം എഴുതാൻ ബ്രില്യൻ ശരിക്കും പ്രാപ്തമാക്കിയിട്ടാണ് ശരിക്കും നീറ്റ് എക്സാമിന് ഒക്കെ ചെയ്യാനാക്കുന്നത്. ഇതുപോലെ തന്നെ ഇനിയും നല്ല വിജയങ്ങൾ ഇങ്ങനെ ചെയ്യാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഞാൻ വാർത്തകൾ എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാലാ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.